ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കൊച്ചിയിലെ മൂന്നാമത്തെ ദിവസം ആട്ടോ വരുന്നത്. അപ്പം ഞാൻ നല്ലൊരു റോസ് സാരിയൊക്കെ കൊടുത്ത് നേരെ ഫേസ് ബെൽറ്റിലെത്തി. അപ്പം എനിക്കൊരു 5 മിനിറ്റല്ലേ നടക്കാനുള്ളൂ. അപ്പം അങ്ങനെ ദേവി കുറച്ച് പൂക്കളൊക്കെ മേടിച്ച് നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രൈഡ് ആട്ടോ ഇന്നത്തെ ആവാൻ പോകുന്നത്. അവൾ അവിടുത്തെ സ്റ്റുഡൻ്റ് കൂടി ആട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ സാരി ട്രപ്പിങ്ങിലേക്ക് കടന്നു. കാരണം വേഗത്തിൽ തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് ഹെയർ ക്രിമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഫേസ് മേക്കിങ്ങിലേക്ക് കടക്കാൻ നോക്കുമ്പോഴാണ് വിദ്യാമയം വന്നത്. അപ്പം ഞങ്ങൾ ഹായൊക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ മേക്കപ്പിലേക്ക് കടന്നു. ദേവിയുടെ കണ്ണ് കുഞ്ഞി കണ്ണായതുകൊണ്ട് തന്നെ ലെൻസ് ഒക്കെ ഇത്തിരി കഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ അത് വെച്ചതിന് ശേഷം ഞങ്ങൾ മേക്കപ്പിലേക്ക് കടന്നു. ഫേസ് മേക്കപ്പ്, ബേസ് മേക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയി. അപ്പോൾ ഫുഡ് അടിക്കുന്ന വീഡിയോ ഇതിലെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതിന് ശേഷമാണ് ഫൈനൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ ഹെയറിലേക്ക് കടന്നത്. ഹെയർ ചെയ്തതിന് ശേഷം കേട്ടോ, ഹെയറിൽ ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഞാൻ സാരി ഉടുപ്പിച്ചത്. അപ്പോൾ എനിക്ക് ഇതിൽ കൂടുതലും ദേവിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ എന്താണെന്ന് ചോദിച്ചാൽ മേക്കപ്പ് ചെയ്തതിനെക്കാട്ടെല്ലാം കൂടുതൽ ഇഷ്ടമായ സാരി ഉടുപ്പിച്ചതാണ് ഗൈസ്. എന്താണെന്നറിയില്ല, അവൾ ലാസ്റ്റ് സാരി അയച്ചിരുന്നില്ല. ഞാനിങ്ങനെ തന്നെ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് പാലക്കാട് പോയി വാങ്ങേണ്ട അവസ്ഥയാവുമായിരുന്നു ലാസ്റ്റ്. പിന്നെ ഞങ്ങളുടെ പട്ടിഷുമായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ സാരീനെ കുറിച്ചാട്ടോ പറയുന്നത്. സാരി ഉടുപ്പിച്ച് അത്രയും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ലക്ഷ്മി മാം വന്നു. മാമും പറഞ്ഞു ഗൈസ് നല്ല പെർഫെക്ഷനോട് ഉടുപ്പിച്ച് നല്ല അടിപൊളിയായിരുന്നു, നീറ്റായിരുന്നു, നല്ല അടിപൊളി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നല്ല എന്താ പറയുക, ഞാൻ അപ്പം തകർന്നു പോയി ഗൈസ്. അപ്പോൾ അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ലക്ഷ്മി കുറച്ച് കറക്ഷൻസൊക്കെ പറഞ്ഞു തന്നു. പിന്നെ കുഞ്ഞി കണ്ണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലാഷ് വെച്ചപ്പോൾ കുറച്ചൊന്ന് ഒട്ടാതെ നിന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങൾ മാം എല്ലായിടത്തും ഇങ്ങനെ നോക്കി എല്ലായിടത്തും നല്ല ഭംഗിയായിരുന്നു. പലരും വെറൈറ്റി സാധനം കൊണ്ടുവന്നു. നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി കേട്ടോ. ലക്ഷ്മി മാം പറയാൻ വിട്ടുപോയി. ആളെ കൂടെ നിൽക്കുമ്പം തന്നെ നമുക്ക് എന്തോ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാട്ടോ. നമ്മൾ കൂടെ ചേർത്തെടുത്തി എല്ലാവരെയും ഞാൻ അവിടെ എല്ലാവരെയും കണ്ടപ്പോൾ ഇവിടെ ആ മോനെയും എന്നാട്ടോ വിളിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. കാരണം നമ്മളെ നാട്ടിലൊക്കെ മോളെയെന്നും മോനെയെന്നും മാത്രമേ വിളിക്കുള്ളൂ. അവിടെ എല്ലാവരും ആ പറയുടെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ വല്ലാത്തൊരു ഫീലായിരുന്നു. എല്ലാവരും നല്ല വൈബാട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടുത്തെ ഫോട്ടോഗ്രാഫർ തന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ അയക്കാൻ പോകുന്ന വീഡിയോസ് ആട്ടോ ഇത്. അപ്പോൾ അയക്കുന്ന സമയത്താണ് ഇത് സർട്ടിഫിക്കറ്റ് തരാൻ വിദ്യ മാം വിളിച്ചത്. അപ്പോൾ വിദ്യ അല്ല കേട്ടോ, വിനീത. എന്നോട് എപ്പോഴും വിദ്യ എന്നായിപ്പോൾ. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ സീ യു പറഞ്ഞ് ഞാൻ നേരെ ലക്ഷ്മി മാമൻ്റെ അടുത്ത് നിന്ന് താഴെ കേട്ടോ മാമുള്ളത്, താഴെ ചെന്നാൽ മതി എന്ന് പറഞ്ഞ്